കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതിനെതിരെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി UDF MPമാർ. എയിംസ് എവിടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് MPമാർ പ്രതിഷേധിച്ചത്. ബജറ്റ് അവഗണനയിൽ രാജ്യസഭയിലും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ബജറ്റിനോട് നിഷേധാത്മക മനോഭാവമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. വിഷയത്തിൽ മറുപടി പറയാൻ മാധ്യമങ്ങളെ കാണുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ മീഡിയ ബ്രീഫിംഗ് നടത്തുന്നുണ്ട്. ഡേറ്റ് ഗവൺമെന്റ് നിശ്ചയിച്ച് അറിയിക്കും. അവിടെയല്ല. താങ്ക് യു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇന്ന് ഏത് തരത്തിലായിരുന്നു കേരളത്തിൽ നിന്നുള്ള MPമാരുടെ പ്രതിഷേധം? ഒപ്പം കിരൺ റിജിജു ഒരു പരാമർശവും നടത്തിയിട്ടുണ്ടല്ലോ. അനുജ, പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി 10:45 കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പാർലമെന്റ് കവാടത്തിൽ ബജറ്റിലെ അവഗണന ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. എയിംസ് എവിടെ എന്ന മുദ്രാവാക്യവുമായാണ് കേരളത്തിൽ നിന്നുള്ള MPമാർ ഈ പ്രതിഷേധം നടന്നത്. അതിനുശേഷം ഇരു സഭകളും സമ്മേളിച്ചു. ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയിൽ ഈ ബജറ്റിനോടുള്ള അവഗണന ഉന്നയിച്ച് അല്പസമയം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള MPമാർ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെങ്കിലും പിന്നീട് സഭാ നടപടികൾ സാധാരണ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഇരു സഭകളിലും ഈ പ്രക്ഷുബ്ധമാകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ ഇന്ന് ആരംഭിക്കുകയാണ് ഇരു സഭകളിലും. ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം തയ്യാറായിരിക്കുന്നത് ഈ സർക്കാരിനെതിരായ മുഴുവൻ ആയുധങ്ങളും ബജറ്റിലുള്ള അവഗണന ഉൾപ്പെടെയുള്ളവ ഉന്നയിക്കാൻ ലക്ഷ്യം വെച്ചാണ്. ഇന്ന് ഈ ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന, പ്രത്യേകിച്ച് എയിംസ് അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് സംസ്ഥാനത്ത് തന്നെ ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യങ്ങൾ സമയം നിശ്ചയിച്ച് കേരളത്തിൽ തന്നെ മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്ന് കേന്ദ്രമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഈ ബജറ്റ് സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ വിഷയങ്ങൾ സർക്കാരിനെതിരെ ആയുധമാക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് പ്രതിപക്ഷം ഇരു സഭകളിലേക്കും എത്തിയിരിക്കുന്നത്. അത് ബജറ്റിലുള്ള അവഗണന, കൂടാതെ SIR വിഷയം അടക്കമുള്ളവ ഇന്ന് കേരളത്തെ തഴഞ്ഞതിലാണ് UDF MPമാരുടെ പാർലമെന്റ് കവാടത്തിലെ പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.